ഹായ് ഓൾ. അപ്പോൾ നമുക്കൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കണ്ടാലോ. ഞാനാണെങ്കിൽ പനി പിടിച്ച് ഇങ്ങനെ ഒരു സൈഡായിട്ട് ഇരിക്കുകയാണ്. സാധാരണ ആൾക്കാർ പനി പിടിച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് ഒരു മൂലയ്ക്കിരിക്കുകയാണ് പതിവ്. പക്ഷേ എനിക്കാണെങ്കിൽ പനി പിടിച്ചാൽ ഭയങ്കര ക്രേവിങ്സാണ്. എനിക്ക് അതും ഇതൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴും ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ദിസ് ടൈം ഞാൻ ഓർത്ത് എന്നാൽ ചിക്കൻ കറി ഉണ്ടാക്കാം. ആക്ച്വലി ദിസ് ഇസ് നോട്ട് മൈ റെസിപ്പി, വേറൊരാളുടെ അടുത്ത് നിന്ന് കട്ടെടുത്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം കുറേ വെളിച്ചെണ്ണ ഒഴിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ദിസ് ഇസ് എ അൺഹെൽത്തി ചിക്കൻ കറി. കുറേ വെളിച്ചെണ്ണ ഇതിനകത്തുണ്ട്. ഓക്കെ, നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക, ഒരു ഗോൾഡ് കളർ ആവുന്നവരെ. ദെൻ അതിനകത്തേക്ക് നമ്മൾ സവാളയുടെ ഉപ്പിടുക, നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ഈ വഴറ്റുന്നതിനകത്ത് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്യണം. തക്കാളി ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചിക്കൻ കറിയിലിടുന്ന എല്ലാ മസാലകളും നമുക്കിടാം. ലൈക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, അതൊക്കെ ഇടാം. ഞാൻ ഇതിനകത്തിടുന്ന പൊടികളൊക്കെ നിങ്ങൾ ഇട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ നല്ല ചിക്കൻ ഇടണം. ചിക്കൻ ഇട്ടിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ ആ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് ഇത് വേവണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ നന്നായിട്ട് വേവിക്കുക. ലാസ്റ്റ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഒന്ന് വിതറാം. ആൻഡ് ഗൈസ്, അമേസിങ് ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ